ശരത് പവാറിനോട് ഗുഡ് ബൈ പറഞ്ഞ് പെട്ടെന്നൊരു ദിവസം അജിത് പവാർ പക്ഷത്തേക്ക് ചാടിയ NCP പ്രവർത്തകർ അവസാനം നിലനിൽപ്പുണ്ടാവില്ലെന്ന് മനസ്സിലാക്കി തിരിച്ചുവരാൻ ഒരുങ്ങുകയാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയുടെ 18 മുതൽ 19 വരെയുള്ള MLA മാർ തങ്ങൾക്കൊപ്പം വരുമെന്ന് NCP SP വിഭാഗം നേതാവും ശരത് പവാറിന്റെ ചെറുമകനുമായ രോഹിത് പവാർ പറയുന്നുണ്ട്. നിയമസഭയുടെ വരാനിരിക്കുന്ന വർഷകാല സമ്മേളനത്തിന് ശേഷം ഈ MLA മാർ പാർട്ടിയിൽ തിരിച്ചെത്തുമെന്നാണ് രോഹിത് പവാറിന്റെ അവകാശവാദം. 2023 ജൂലൈയിലെ സംഘടനാ പിളർപ്പിന് ശേഷം പാർട്ടി സ്ഥാപകൻ ശരത് പവാറിനും മറ്റു മുതിർന്ന നേതാക്കൾക്കുമെതിരെ മോശമായി സംസാരിച്ചിട്ടില്ലാത്ത നിരവധി NCP MLA മാരുണ്ടെന്നാണ് രോഹിത് പവാർ പറയുന്നത്. എന്നാൽ അവർക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അവരുടെ നിയോജക മണ്ഡലങ്ങളുടെ വികസന ഫണ്ട് നേടുകയും വേണം. അതിനാൽ അവർ സെഷൻ അവസാനിക്കുന്നതുവരെ കാത്തിരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മൺസൂൺ സമ്മേളനത്തിന് ശേഷം അവർ തങ്ങളുടെ ഭാഗത്തേക്ക് കടക്കുമെന്നും രോഹിത് പവാർ അവകാശപ്പെടുന്നുണ്ട്. ആരെ തിരിച്ചെടുക്കണമെന്ന് ശരത് പവാറും മറ്റ് NCP SP നേതാക്കളും ചേർന്ന് തീരുമാനിക്കുമെന്ന് അഹമ്മദ് നഗർ ജില്ലയിലെ കർജത്ത് ജാംഖേഡിൽ നിന്നുള്ള MLA കൂടിയായ രോഹിത് പറയുന്നു. അടുത്ത കേന്ദ്ര മന്ത്രിസഭാ വികസനം നടക്കുമ്പോൾ താൻ മന്ത്രിയാകുമെന്ന് NCP രാജ്യസഭാ MP പ്രഫുൽ പട്ടേൽ പറഞ്ഞതായും രോഹിത് പവാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനർത്ഥം അജിത് പവാറിന്റെ പാർട്ടിയിൽ പ്രഫുൽ പട്ടേലിന് പൂർണ്ണ പിടിയുണ്ടെന്നാണ്. അജിത് പവാർ വേർപിരിഞ്ഞത് വികസനത്തിനാണോ അതോ പ്രഫുൽ പട്ടേലിനെ ED-യിൽ നിന്ന് രക്ഷിക്കാനാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പുതിയ NDA സർക്കാരിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായി പട്ടേലിനെ ഉൾപ്പെടുത്താനുള്ള BJPയുടെ വാഗ്ദാനം NCP നിരസിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ NCP SP 8 സീറ്റുകൾ നേടിയപ്പോൾ NCPക്ക് 1 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ഇത് അജിത്തിനും കൂട്ടർക്കും വലിയ തിരിച്ചടി തന്നെയായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് ശേഷം അജിത്തിനൊപ്പമുള്ള നേതാക്കൾ ശരത് പവാർ വിഭാഗത്തിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട്. 2019 തിരഞ്ഞെടുപ്പിൽ അവിഭക്ത NCP 54 നിയമസഭാ സീറ്റുകൾ നേടിയിരുന്നു. 2023 ജൂലൈയിൽ പാർട്ടി പിളർന്നപ്പോൾ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം 40ഓളം MLA-മാരുടെ പിന്തുണ അവകാശപ്പെട്ടിരുന്നു. നിയമസഭയുടെ വർഷകാല സമ്മേളനം ജൂൺ 27-ന് ആരംഭിച്ച് ജൂലൈ 12-ന് അവസാനിക്കും. ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന സമ്മേളനമാണിത്. മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്കും കോൺഗ്രസിനുമൊപ്പം സഖ്യത്തിലാണ് NCP SP വിഭാഗം. മഹാവികാസ് അഘാടി സഖ്യം ഭരണത്തിലായിരിക്കെ ശിവസേനയെ പിളർത്തിയാണ് BJP അധികാരം പിടിച്ചത്. ഇതിനുശേഷമാണ് NCPയിലും പിളർപ്പുണ്ടാക്കിയത്.